बैठ। हाँ, पी। चल फिनिश कर। तेरे को मालूम था ना, वो सिर्फ धमकाने आए थे। हाँ, फिर भी तूने मेरे को लगा। क्या लगा? माफ करना भाई, गलती हो गई। सही बोला, गलती हो गई। तो तूने कुछ नहीं देखा? नहीं साहब, कुछ नहीं देखा साहब। मैं तो दारू पी के आउट हो गया था साहब। फिर अभी कैसे उठा? वो साहब, पुलिस की गाड़ी का सायरन सुन के उठ गया साहब। पुलिस के सायरन का आवाज तुझे सुनाई दिया? 5 राउंड फायर हुआ, वो तेरे को सुनाई नहीं दिया? बगल के रूम में इतना कुछ हो गया और तूने कुछ नहीं देखा? साहब, मैं वो तभी मूतने गया था साहब। गोली की आवाज सुना तो अंदर ही बैठ गया साहब। मूतने गया और वहीं निकल गया तेरा? चल उधर खड़ा रहे। जी साहब। सर, झूठ बोल रहा है। 2 फटके मारेंगे ना, सब कुछ बाहर निकल आएगा। हाँ, स्टेशन में लेके आओ। सर, सुन, पुलिस स्टेशन जाके मेरा वेट कर और पूछताछ बंद कर। പാതിരാ സാഹിത്യത്തിന് ഇന്നും ചിറക് മുളച്ചോ സാറേ? ഇതുപോലത്തെ ഭാര്യയാണ് MT വാസുദേവൻ നായർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും എഴുതാൻ പറ്റില്ലായിരുന്നു. വാ തുറക്കുമേ കുട്ടി, വാ തുറക്കും. വേണ്ടേ? ഇതുകൂടെ കഴിക്കും. ഇനി വരുന്ന മോക്കല്ലേ ചെറിയച്ചന. എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെയാടി? ആ മേശപ്പുറത്ത് കാണും പാപ്പേട്ടാ. അവിടെ കാണാത്തോണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. എവിടെ പോയത്? ശരി, ഇത് നീ കണ്ടില്ല. ഷർട്ട് കഴുകായിടാൻ നേരത്ത് നീ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടില്ല. എടി, ഇതിന്റെ വില എന്താന്ന് നിനക്കറിയോ? ഈ വീട്ടിലെ കഞ്ഞി കുടിച്ചു പോകുന്ന ഇത് വെച്ചിട്ടാണ് ഒരിക്കലെങ്കിലും ഓർത്തിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ? ഞാനാ അതെടുത്ത് രാവിലെ കഴുകാണ്ടത്. രാത്രി ബോധമില്ല ഷർട്ട് ഊരി കളഞ്ഞിട്ട് പോകുമ്പോൾ ഓർക്കണമായിരുന്നു അതിനകത്ത് ഈ വീട്ടിലെ കഞ്ഞി ഇരിപ്പുണ്ടത്.
എടാ ഷർട്ട് കഴുകിയിടാൻ നേരത്ത് അതിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്കൊന്ന് നോക്കിക്കൂടായിരുന്നു. മേഘൂട്ടി, എന്റെ മോളിന്ന് എത്ര ദോശ കഴിച്ചു? ഒന്നെണ്ണമോ? അതെന്തോന്നാടിയോ ഒന്നെണ്ണം? ഒരെണ്ണം. മോനെ പപ്പ, ഇന്ന് റേഷൻ വാങ്ങേണ്ട ദിവസാ. എന്റെ അമ്മയെ, ആ പുറത്ത് കിടക്കുന്ന ടാക്സി എന്റെ അമ്മായിച്ചന്റെ ഒന്നും അല്ല. ആ ഉണക്ക സർദാർജിക്ക് ഞാൻ ദിവസം ഒരു 150 രൂപ വെച്ച് എണ്ണി കൊടുക്കണം. ഇതിനിടയ്ക്ക് ഗ്യാസ് അടിക്കണം, സർവീസ് ചെയ്യണം. ഇന്നലെ ആണെങ്കിൽ എന്റെ ഫാൻ ബെൽറ്റും പൊട്ടി. ഇതെല്ലാം ആ ജോസഫിന്റെ അവിടെ കടം പറഞ്ഞിട്ടാ ഞാൻ ചെയ്യുന്നത്. രാവിലെ തന്നെ അമ്മയുടെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടെങ്കിൽ അത് വാങ്ങി അവന്റെ കടം തീർക്കാന്നാ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ വണ്ടി ഈ തിരക്കിനിടയിലൂടെ ഓടിച്ചോടിച്ചേ എന്റെ കൈയും കാലും അനക്കാൻ വയ്യ. അമ്മി കയ്യിലെ തഴമ്പുണ്ടോ? മേഘൂട്ടി, ടാറ്റാ. മേ ഇത് വെച്ചു. മേക്കുട്ടിക്ക് ബൈക്കിൽ കയറണ്ടേ, ചെറിയച്ഛൻ്റെ കൂടെ പോണ്ടേ? ആ അപ്പോ താങ്ക്സ്. ആ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു വിപ്ലവം തന്നെ നടന്നേനെ, അല്ലേ മേക്കുട്ടി? എന്താ അപ്പൊ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നേട്ടാ. ഹോട്ടലിലെ സ്വാമി എന്താ പണി ഒപ്പിച്ചു അല്ലേ? രോഹിത്ത് വിളിച്ചപ്പം പറഞ്ഞിരുന്നു. ചേട്ടാ അത് പിന്നെ ഞാൻ MD ഒന്ന് വിഷ് ചെയ്തതാ, അതിങ്ങനെയാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. രോഹിത്ത് പറഞ്ഞു കാര്യങ്ങളെല്ലാം. അയാളുടെ പണി പോലും പോകുന്ന അവസ്ഥയിലാ. അതുകൊണ്ട് അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത. ഞങ്ങള് കാരണം പിള്ളച്ചേട്ടനോടെ. അതൊന്നും കാര്യാക്കൊണ്ടിടോ. എനിക്കറിയാന്നല്ലേ നിങ്ങളെ കുട്ടിക്കാലം മുതലേ. മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്ന് ലോഹിത്തിനും അറിയാം. പിന്നെ അമ്മയ്ക്ക് സുന്ദരല്ലേ അപ്പു? അതെ ചേട്ടാ, ഞങ്ങൾ വന്നത് ആ ചിട്ടിയുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ടാ. ഞങ്ങളിന്ന് പറഞ്ഞില്ലേ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങുന്ന കാര്യം. ചേട്ടനടുത്ത് ചിട്ടി നോക്കാം. നിങ്ങൾ കട ഏതെങ്കിലും നോക്കി വെച്ചോളൂ. ശരി ശരി. ഞാനും സാക്കിനാക്കിയാലും 1-2 ബ്രോക്കർമാരോട് പറഞ്ഞേക്കാം. പകലെന്തിയോളം നിങ്ങളുടെ ഈ ഓട്ടം അവസാനിക്കുമല്ലോ. മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും കഴിയേണ്ടവരല്ലായിരുന്നു. നിന്റെ അച്ഛൻ ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ച ശേഷം നിന്റെ അമ്മ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നിങ്ങളെ ഈ നിലയിലാക്കിയത്. ആ പപ്പനാണെങ്കിലോ. അപ്പൂട്ട, മേഘൂട്ടി ഹാപ്പി അല്ലേ? ആ സുഖമായിരിക്കുന്നു. അമ്മേ, ഞാൻ ഇറങ്ങാ. അച്ഛാ, ഇന്ന് ഞാൻ ക്ലാസ്സിൽ ലേറ്റ് ആവുന്ന തോന്നുന്നേ. ശരി മോളെ. രാവിലെ 5 മണിക്ക് എണീറ്റ് ഓട്ടം തുടങ്ങിയാലും ബോംബെയിൽ ആർക്കും ഒന്നിനും സമയം തികയില്ല. കണ്ടില്ലേ? പഠിക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ. तू ये रे ला. तू इतना डर क्यों रहा है? अरे तू राजन भाई को नहीं जानता. राजन भाई, चल 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 चल.